ഹലോ ഡിയർ ഫ്രണ്ട്സ്, ക്ലിന്റ് ആൻഡ് ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഗ്യാപ്പ് വന്നു ഒരു വീഡിയോ ഇടുന്നതിൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ കോവിഡിൻ്റെ സാഹചര്യമാണ്. അപ്പം പക്ഷേ ക്ലാസ്സുകൾ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ക്ലാസ്സുകൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മാസ്ക് എല്ലാം വെച്ചാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ഓവർ സ്ട്രെയിൻ അവർക്ക് വരുന്നുണ്ട്. വലിയ സ്വരത്തിൽ അവർ സംസാരിച്ച് ക്ലാസ്സുകൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സ്ട്രെയിൻ അവരിപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ്, അതായത് ഒരു മൈക്കും സ്പീക്കറും കൂടെ കൂടിയ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നു, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാ ടീച്ചേഴ്സിനും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്, ഒറിജിനൽ വോയിസ് ആംപ്ലിഫയർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ്. അതാണ് മെയ്ഡ് ഇൻ ചൈനയാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. കളറ് ബ്ലാക്കാണ്, പിന്നെ മോഡൽ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ MRP കൊടുത്തിരിക്കുന്നത് 2990 നമ്മളിപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് ഏതാണ്ട് 1990 രൂപയ്ക്ക് കണ്ട് കിട്ടി. 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിനെ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഇവനെ കാണുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം കാണുന്നത്. ഇതാണ് അതിൻ്റെ സ്പീക്കറെന്ന് തോന്നുന്നു. കൊള്ളാം. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് സൂപ്പറാണ്. ഇതാണ് അതിൻ്റെ സ്പീക്കർ. ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഹോൾഡറാണ്. ഇതിൻ്റെ അങ്ങേ സൈഡിൽ ഇത് ചാർജിങ് പോർട്ട്. ഇത് അവിടെ ചാർജർ അവിടെയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഈ ഡിവൈസ് കഴുത്തിലോ കയ്യിലോ ഒക്കെ തൂക്കിയിടാനുള്ള ഒരു ഹോൾഡിംഗ് ടാഗാണ്. ഇനി ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ മൈക്കും അതിൻ്റെ കോഡ് വയറുകൾ, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇതാണ് സാധനം. അപ്പം നമുക്കിനി ഇതിൻ്റെ ഒരു കാറ്റലോഗും കൂടെ, യൂസർ മാനുവലും കൂടെ തന്നിട്ടുണ്ട്. ഇതൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം നമ്മളിതിനെ ഒന്ന് അസംബിൾ ചെയ്ത് എടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ. ഈ യൂസർ മാനുവലിൽ ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നല്ല എല്ലാം വളരെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പീക്കർ. ഈ സ്പീക്കറിലാണ് ഇതിൻ്റെ എല്ലാ ഫങ്ഷൻസും നടക്കുന്നത്. ഇതാണ് അതിൻ്റെ ഓൺ ഓഫ് ബട്ടണും അതുതന്നെയാണ് വോളിയം കൺട്രോൾ ബട്ടണും. ഇത് മോഡ്, ഈ എന്നെഴുതിക്കുന്ന മോഡ്. ഇതാണ് ഈ മോഡിൽ പ്രസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ കാർഡ് ആണോ റീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സൈഡിൽ കുത്തുന്ന USB ആണോ റീഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനാണ് ഈ മോഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഈ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ചെയ്യാനുള്ളതാണ്. നമ്മൾ USB പാട്ട് കേൾക്കുമ്പോൾ അടുത്ത ഫോൾഡറിലേക്കോ അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് സോങ്ങോ ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ബട്ടണാണിത്. ഇത് പോസ് ബട്ടൺ, പോസ് ആൻഡ് പ്ലേ ബട്ടണാണ്. ഇത് പ്രീവിയസ് ട്രാക്ക് പ്ലേ ചെയ്യാനുള്ള ബട്ടണാണ്. അതുപോലെ ഇവിടെയാണ് നമുക്ക് കാർഡ് ഇടാനുള്ള പോർട്ട്. അതുപോലെ തന്നെ ഇത് മൈക്ക്. നമ്മളിപ്പോൾ ഈ പ്രൊഡക്റ്റ് മേടിച്ചതിൻ്റെ കാര്യം, നമുക്ക് മൈക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിവൈസ് മേടിച്ചിരിക്കുന്നത്. ഇപ്പം മൈക്ക് കുത്താനുള്ള പോർട്ട് ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് നോക്കാം. ഈ സൈഡിലാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. ചാർജർ അവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഇങ്ങേ സൈഡിലാണ് അതിൻ്റെ USB പോർട്ട്, USB കണക്ട് ചെയ്യാനുള്ള പൊസിഷൻ. ഇനി ബാക്കിൽ കാണുന്നത് ഡ്രസ്സിലൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ഹോൾഡറാണ്. ഓക്കെ, നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ മൈക്ക്
കണക്ട് ചെയ്യുന്ന പോർട്ട് ഇതാണ്. ഇതങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ പവർ ഓൺ ചെയ്യുന്നു. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് തെളിയും. അപ്പം നമുക്കിതിവിടെ വയ്ക്കാം. ഈ മൈക്ക് എന്ന് പറയുന്ന ഡിവൈസ് ഇതാണ്. ഇത് പിന്നെ ഒരു ഹൗളിംഗ് സൗണ്ട് കേൾക്കാം. അത് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ, അതായത് ഈ സ്പീക്കറിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗണ്ട് വരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതിൻ്റെ സ്പീക്കർ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ മൈക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൗണ്ട് ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ മൈക്കിൽ കൂടെയാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ വോളിയം നമ്മൾ കുറച്ചുകൂടെ കൂട്ടുകയാണ്. ഇപ്പം മൈക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. മൈക്കിൻ്റെ ആ ഒരു പോർട്ടിൽ നമ്മളിത് കണക്ട് ചെയ്തു. ഈ സ്പീക്കറും മൈക്കും ഒരേ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹൗളിംഗ് സൗണ്ട് കേൾക്കും. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. സ്പീക്കർ അതിനനുസരിച്ച് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഹൗളിംഗ് സൗണ്ട് പരമാവധി ഒഴിവാകുന്ന രീതിയിൽ നമ്മൾ പൊസിഷൻ ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണിത്. കാരണം നമുക്കറിയാം കൊറോണയുടെ സാഹചര്യമാണ്, കോവിഡിൻ്റെ സാഹചര്യമാണ്. മാസ്ക് എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവർ ഓവർ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർ സംസാരിക്കുന്നത് സ്റ്റുഡൻസിന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിവൈസ് അവർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്ട്രെയിൻ എടുക്കാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഈ ഡിവൈസിലൂടെ സംസാരിച്ചത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് കുറച്ച് സൗണ്ടിന് ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷേ ഈ പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ ആ സൗണ്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ട് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാ ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.